സദാ ബാലരൂപാപി വിഘ്നാദ്രിഹന്ത്രിം മഹാ ദദ്ദിവക്ത്രാപി പഞ്ചാസ്യ മാന്യ വിഹിന്ദ്രാദിമൃഗ്യാ ഗണേശാഭിധാമീം വിദഗ്ധാം ശ്രീം കാവി കല്യാണമൂർത്തിം. ഓം 51 അക്ഷരം ചേർന്നഴകിയ തനുവായി ദേഹമധ്യത്തിൽ നിന്നിട്ടമ്പിൽ സ്തംഭം കണക്കെ ശിരസി തലയുമായി ഉള്ളിലാറബ്ജമോടും വൻപിൽ പൊങ്ങും സുഷുമ്നയ്ക്കകമതിലുളവാം പത്മമാറിങ്കലും ചേർന്ന് 51 വാഴും ദളമതിലമരും വിദ്യപദ്യം തരേണം. ഓം ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം വിശ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലം അചലം സർവദാ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സൽഗുരം ത്വം നമാമി. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാവർക്കും സമാധാനവും ശാന്തിയും ദൈവകൃപയും ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു. സർവ്വ ദൈവമക്കളും ഭഗവാനിൽ അർപ്പിക്കുന്നു. നമുക്ക് ഭാഗവത നാമം അല്പം ചൊല്ലിയിട്ട് നാരായണ ജയ നാരായണ ജയ നാരായണ ജയ വരദ ഹരേ കൃഷ്ണ നാരായണ തവ പാദസരോജം അകമേ വിലസുക നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ വരദ ഹരേ കൃഷ്ണ നാരായണ തവ പാദസരോജം അകമേ വിലസുക നാരായണ ജയ. കരളിൽ വിവേകം കൂടാതെ കണ്ടര നിമിഷം ബദ കളയരുതാരും മരണം വരും ഇനി എന്നു നിനഞ്ചിഹ മരുക സതതം നാരായണ ജയ. കാണുന്നു ചിലർ പലതും ഉപായം കാണുന്നില്ല മരിക്കുമിതെന്നും കാൺകിലും ഒരു നൂറ്റാണ്ടിനകത്തില്ലെന്നേ കാണൂ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ വരദ ഹരേ കൃഷ്ണ നാരായണ തവ പാദസരോജം അകമേ വിലസുക നാരായണ ജയ. കിമപി വിചാരേ ചേടുകിൽ മാനുഷ ജന്മനി വേണം മുക്തി വരേണ്ടുകിൽ കൃമിജന്മത്തിലും എളുതായി വരുമി വിഷയസുഖം ബത നാരായണ ജയ. കീഴിൽ ചെയ്ത ശുഭാശുഭ കർമ്മം മേലിൽ സുഖ ദുഃഖത്തിനു കാരണം സുഖം ഒരു ദുഃഖം കൂടാതെ കണ്ടൊരുവനുമുണ്ടോ നാരായണ ജയ. കുന്നുകൾ പോലെ ധനമുണ്ടാകിലും ഇന്ദ്രനു സമമായി വാണിടുകിലും ഒന്നുരിയാടുവതിന്നിട കിണ്ട വന്നാൽ യമഭടർ നാരായണ ജയ. കൂപേ വീണുഴലുന്നതുപോലെ ഗഹേ വാണുഴലുന്ന ജനാനാം ആപൽഗണം അകലേണ്ടുകിൽ മുനി ജനവാക്കുകൾ പറയാം നാരായണ ജയ. കെട്ടുകളായതോ കർമ്മം പുരുഷനു കെട്ടുകളറ്റി മുക്തി വരൂ ദൃഢം കെട്ടുകളോ ഫലഭുക്ര്യാ തീരും കെട്ടായിനിയും നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ വരദ ഹരേ കൃഷ്ണ നാരായണ തവ പാദസരോജം അകമേ വിലസുക നാരായണ ജയ. കേൾക്കണം എളുതായുണ്ടു രഹസ്യം ദുഷ്കൃതവും നിജ സുഹൃതവും എല്ലാം കാൽക്കൽ നമസ്കൃതി ചെയ്തു മുകുന്ദനിലാക്കുക സതതം നാരായണ ജയ.
കയ്യിൽ വരുന്നതുകൊണ്ടു ദിനങ്ങൾ കഴിക്കാ ഫലം പുനരിച്ചിക്കൊല്ല. കൈവരുമാകിലും ഇന്ദ്രന്റെ പദം എന്തിനു തുച്ഛം നാരായണ ജയ. കൊടിയ തപസ്സുകൾ ചെയ്തോരോ ഫലം ഇച്ഛേടുകിൽ മുക്തി വരാദൃഢം. അടിമലർ തൊഴുകിലൊരിച്ഛാഹീനം മുക്തന്മാരവർ നാരായണ ജയ. കോപം കൊണ്ടു ശപിക്കരുതാരും ഭഗവന്മയമെന്നോർക്ക സമസ്തം. സുഖവും ദുഃഖവും അനുഭവകാലം പോയാൽ സമമിഹ നാരായണ ജയ. കൗതുകം ഒന്നിലുമില്ലിനി മഹതാം ഭഗവൽ ഭക്തന്മാരോടു കൂടി. ഭഗവൽ ഗുണകഥന ശ്രവണങ്ങൾ ഒഴിഞ്ഞൊരു നേരം നാരായണ ജയ. കരുണാകരനാം ശ്രീനാരായണൻ അരുളിയിടും നിജ സായുജ്യത്തെ. ഒരു ഫലമുണ്ടോ 10,000 ഒരു ചത്തു പിറന്നാൽ നാരായണ ജയ. ബഹുജന്മാർജിത കർമ്മമശേഷം തിരുമുൽ കാഴ്ച നിനക്കിഹ വച്ചേൻ. ജനിമരണങ്ങൾ എനിക്കിനി വേണ്ട പരിപാലയമാം നാരായണ ജയ. നാരായണ ജയ നാരായണ ജയ നാരായണ ജയ വരദ ഹരേ കൃഷ്ണ. നാരായണ തവ പാദസരോജം അകമേ വിലസുക നാരായണ ജയ. നമ്മൾ ഭാഗവതത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചത് നന്ദഗോപരുടെ ഉപനന്ദനൻ എന്ന് പറഞ്ഞ ആൾ ഇവിടെ താമസിക്കാൻ നമുക്ക് അത്ര നന്നായി തോന്നുന്നില്ല. ഒരു നല്ലൊരു പുണ്യദേശം നോക്കി നമുക്ക് കണ്ടുപിടിച്ച് പോകണം. ഇനിയും അനർത്ഥങ്ങൾ കുഞ്ഞിന് സംഭവിച്ചുകൂടായികയില്ല. ഇത്രയും നാളും ഭഗവാൻ സർവേശ്വരൻ രക്ഷിച്ചു, ഇനിയും കാത്തുകൊള്ളും. എന്നാലും നമുക്ക് നല്ല ഒരു പ്രദേശം നോക്കി മാറി താമസിക്കാം എന്ന് പറഞ്ഞതനുസരിച്ച് എല്ലാവരും വണ്ടികളിൽ, അതായത് കുഞ്ഞും കുട്ടികളും പിന്നെ മാതാക്കൾ രോഹിണിയും ഉപനന്ദപ്രിയയും യശോദയും എല്ലാവരും വണ്ടികളിൽ കയറി, മറ്റുള്ളവരെല്ലാം ഗോക്കളും ഗോപാലന്മാരുമായിട്ട് നടന്നും പിന്നെ അമ്പും വില്ലുമായിട്ടുള്ള, അതായത് വാളും പരിചയം, അമ്പും വില്ലുമല്ല വാളും പരിചയം എടുത്ത് യോദ്ധാക്കളായിട്ടുള്ളവർ അവിടെ ആരൊക്കെ ഉണ്ടോ അവരെല്ലാവരും പുരോഹിതന്മാരും എല്ലാവരുമായിട്ട് അവിടുന്ന് വൃന്ദാവനത്തിലേക്ക് പോയി. അവിടെ നല്ല പുണ്യസ്ഥലം, വൃന്ദാവനം എന്ന് വെച്ചാൽ ദേവലോകത്തിന് തുല്യം. അവിടെ ദേവഗണങ്ങളും ഇന്ദ്രനും എങ്ങനെ വാഴുന്നു അതുപോലെയാണ്. അവിടെ ചെന്നപ്പം തന്നെ ചാടുകൾ കൊണ്ട് പോയതെല്ലാം അവിടെ കൂടാരം വലിച്ചു കെട്ടി. അതായത് ഒരു സ്ഥലം പിന്നെ ഒരു സ്ഥലത്ത് ചാടുകൊണ്ട് ഏകഭാഗം മറച്ചു, ഒരു ഭാഗം ചാടുകൊണ്ട് മറച്ചു, എന്നിട്ട് മറുഭാഗം കരിമ്പടം കൊണ്ട് കെട്ടി. അങ്ങനെ അവർ ആദ്യത്തെ ദിവസം ചെന്നതിൻ്റെ തന്നെ അവരങ്ങനെ കൂടാരം വലിച്ചു കെട്ടി അതിൽ കഴിഞ്ഞു. അപരദിനാദികൾ, അതായത് ഒത്തു കൂടാരം വലിച്ച് അന്ന് അതിൽ അങ്ങ് പൊക്കു. അപ്പോൾ അന്നൊരു ദിവസം അങ്ങനെ അതിൽ കഴിഞ്ഞിട്ട് അപരദിനാദിൽ, അത് പൊക്കു വസിച്ചാരപരദിനാദിൽ അടുത്ത ദിവസത്തിൽ ഒക്കെ എല്ലാവരും തരം തരം നിർമ്മല വസ്ത്രങ്ങളും ചമയിച്ചു മുന്നേതിലും സ്വസ്ഥരായി ചെന്ന് വേറെ പുക്കാർ. മുമ്പ് എങ്ങനെയായിരുന്നോ അതിനേക്കാൾ സുന്ദരകരമായാണ്, ദേവലോകം പോലെയാണ് അവർക്ക്. അങ്ങനെ ചിത്തസുഖേന ദിനകരനാദികൾ ഉത്തമ അമ്പസ് പുക്ക പോലെ തഥാ അത്രമാത്രം ഭംഗിയോടുകൂടി അവരവർക്ക് വേണ്ടുന്ന രീതിയിൽ ഓരോരുത്തരും ഓരോ കുടുംബവും അങ്ങനെ ചെയ്തു. നന്നായി മുന്നേ എങ്ങനെയായിരുന്നു അതിനേക്കാൾ നല്ലതായി അവർ ഭവനങ്ങൾ നിർമ്മിച്ചു. അങ്ങനെ നമുക്ക് അതിൻ്റെ ബാക്കി വായിക്കാം. അങ്ങനെ നിത്യസുഖേനയാണ്, അത്രമാത്രം നിത്യവും സുഖത്തോട്. അമർത്യലോകേ സുരാദ്യുത്തമർ. അപ്പോൾ സുരസത്തമെന്ന് വെച്ചാൽ ദേവന്മാർ. നല്ല അമർത്യലോകത്തിൽ എങ്ങനെയാ, ദേവലോകത്തിൽ സുരസത്തമൻ, അത് ബ്രാഹ്മണ കണക്ക് വൃത്രാരണ വസിക്കുന്ന തരം ഇന്ദ്രൻ വസിക്കുന്നത് പോലെ ദേവലോകത്ത് ഇന്ദ്രൻ എങ്ങനെയാണ് കഴിയുന്നത് അതുപോലെ തന്നെ ദേവഗണങ്ങളുമായിട്ട് ഇങ്ങനെ കഴിയുന്നത് പോലെ അവർ ഈ വൃന്ദാവനത്തിൽ അങ്ങനെ എല്ലാവരും സുഖമായി കഴിഞ്ഞു എന്നാണ് നമ്മൾ വായിച്ചത്.
ആടുകൊണ്ടേകഭാഗം മറച്ച് അൻപിലങ്ങേടം കരിമ്പടം കൊണ്ടും അഴകിയ വസ്ത്രാദ്യവയവം കൊണ്ടും അവരവർ കൊത്തുകൂടാരം വലിച്ച് അന്നതിലങ്ങു പുക്ക് വസിച്ചാരാപരദിനാദിയിൽ ഒക്കെ എല്ലാവരും തരം തരം നിർമ്മല വസ്ത്യങ്ങളും ചമയിച്ചു മുന്നേതിലും സ്വസ്ഥരായി ചെന്നു വെവ്വേറെ പുക്കാരാദി ചിത്തസുഖേന ദിനകരനാദികൾ അമ്പസുകൾ പുക്ക പോലെ തഥാ നിത്യസുഖത്തോടമർത്യലോകേ സുരസത്തമർ വൃത്രാരിണ വസിക്കും തരം തത്ര വൃന്ദാവനേ ഗോവർദ്ധന ഗിരിപ്രസ്ഥദേശേ യമുനാതടശോഭിതേ പുഷ്പഫലദലപക്വ പരിപൂർണ വൃക്ഷ ലതാദ്യലങ്കൃത്യ വിചിത്രിതേ. അവിടെ നല്ല പ്രസ്ഥദേശത്ത് യമുനാതടം നന്നായി ശോഭിച്ച് പുഷ്പം കൊണ്ടും ഫലങ്ങൾ കൊണ്ടും ദലപക്വ പരിപൂർണ എല്ലാ വൃക്ഷങ്ങളും ലതാ കൊണ്ടും വള്ളികളും വൃക്ഷങ്ങളും പുഷ്പങ്ങളും പിന്നെ പഴവർഗ്ഗങ്ങളും കായ്കനികൾ അതെല്ലാം കൊണ്ട് പരിപൂർണമായിരിക്കുന്ന വൃക്ഷലതാദ്യ അലങ്കൃത്യ വിചിത്രിതേ. അത്രമാത്രം വിചിത്രമായിരിക്കുന്ന അത്ര സന്തോഷകരമായിരിക്കുന്ന ഒരു വൃന്ദാവനം. അവിടെ എന്തിനും ഒന്നിനും കുറവില്ല. അവിടെ ദേവലോകം തന്നെ പോലെ. വിസ്ഫുരിതാനന്ദഗാന സ്വരാന്യുത ഷഡ്പദ കോകില ശാരിക ചാതക കുക്കുട ഹംസകാരണ്ടവ സാരസ നിഷ്കുടവാസികൾ മറ്റും പല പല പത്രികുലാഞ്ചിതേ. അവിടെ വിസ്ഫുരിതാനന്ദഗാനം, വണ്ടുകളും കോകിലങ്ങളും കുയിലുകളും അങ്ങനെയുള്ള പക്ഷികൾ, കുക്കുടങ്ങൾ, പിന്നെ ഒരു തരം താറാവുകൾ, അങ്ങനെ എന്താ നിഷ്കുടവാസികളാണ്. അതൊക്കെയാണ് അതൊരു ഉദ്യാനമാണ്. അവിടെ ഇങ്ങനെയുള്ള ഉദ്യാനത്തിൽ വസിക്കുന്നവർ അവരൊക്കെയാണ് കുക്കുടങ്ങൾ, പിന്നെയോ ഈ കോകിലം, പിന്നെ വണ്ട്, പുഷ്പത്തിലൊക്കെ വണ്ടുകളും ചിത്രശലഭങ്ങൾ, അങ്ങനെയുള്ള ഒരു ഉദ്യാനം. അങ്ങനെയുള്ളത് മറ്റും പല പല പത്രികുലാഞ്ചിതേ. അങ്ങനെയുള്ളവരാണ് അവിടെ ഉള്ള ആ വൃന്ദാവനത്തിൽ. സിംഹരുരു മൃഗാദ്യത്രയും നാനാ മൃഗകുലവർജിതേ. സിംഹങ്ങളോ രുരുവോ ചെന്നായോ നാനാ മൃഗങ്ങൾക്ക് വർജിതമാണ്. അവിടെ മൃഗങ്ങളൊന്നും തന്നെ ഇല്ല. വർജിതം വെച്ചാൽ ഇല്ല. ഈ സിംഹങ്ങൾ പോലുള്ള ചെന്നായോ ഊളനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലോ മൃഗങ്ങളൊന്നും അവിടെ ഇല്ല, വർജിതമാണ്. ചിത്തനേത്രാനന്ദവൃത്തി തരോന്മിഷേ നിത്യം നമുക്ക് കളിപ്പതിന് എത്രയും ചിത്രം അത്രൈവ വന്നെത്തിയതെന്ന് അകപത്മേ വിചാര്യ പത്മേഷണൻ ദേവകീ പുത്രൻ തെളിഞ്ഞു വിളങ്ങിനാനാകയാൽ. അതുകൊണ്ട് പരമാത്മാവായ ഭഗവാൻ കൃഷ്ണന് പത്മേശ്വരൻ ഇതുകൊണ്ട് എന്ത് ചിന്തു ഇത്രമാത്രം ചിത്തം നേത്രവും മനസ്സും കണ്ണും അത്ര ആനന്ദകരമായി അവിടെ ചെന്നപ്പോൾ കണ്ണൻ്റെ പത്മേശ്വരൻ പരമാത്മാവ് നാരായണൻ കൃഷ്ണന് അത് വളരെ വളരെ കളിക്കുന്നതിനെല്ലാം അവിടെ ചിത്രം അത്രമാത്രം സന്തോഷകരമാണ്. വൃന്ദാവനം ഭഗവാൻ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ചിത്തനേത്രാനന്ദം. മനസ്സിനും കണ്ണുകൾക്കും ആനന്ദ വൃത്തി തരോന്മിഷയെ നിത്യം നമുക്ക് കളിപ്പതിന്. ഭഗവാന് കുഞ്ഞല്ലേ, കളിക്കണ്ടേ. അപ്പോൾ അവിടെ സന്തോഷകരമായി നേരത്തെ എങ്ങനെയായിരുന്നു അതിനേക്കാൾ ഉപരി ഒരു വൃന്ദാവനം ദേവലോകത്തിന് തുല്യമായി തന്നെ ഭഗവാൻ ഇഷ്ടപ്പെട്ടു. ചിത്രം അത്രയവ വന്നെത്തിയതെന്ന് അകപത്മേ ഭഗവാന്റെ ഉള്ളത്തിൽ വിചാരിച്ചു ഭഗവാൻ കണ്ണൻ. അങ്ങനെ പത്മേശ്വരൻ പരമാത്മാവ് ദേവകീ പുത്രൻ കൃഷ്ണൻ തെളിഞ്ഞു വിളങ്ങിനാനാകയാൽ അവിടെ ഭഗവാന് സന്തോഷമായി തെളിഞ്ഞു വിളങ്ങി. എത്രയും ശോഭിച്ചിത സ്ഥലം പിന്നെയും സർവകാലം വസന്താഭ കലർന്നിഴും. അതായത് എത്രയും ശോഭിച്ചത് ആ സ്ഥലം. എന്താ അത്ര ശോഭിക്കാൻ കാരണം? എന്നും അവിടെ വസന്താഭയാണ്. ഒരു ദിവസവും മാറ്റമില്ല. 6 ഋതുക്കൾ ഒരു വർഷത്തിലുണ്ടെങ്കിൽ അവിടെ എന്നും വസന്താഭയ. എപ്പോഴും പുഷ്പങ്ങളും കായ്കനികളും എല്ലാം. അവിടെ നദിയിൽ വെള്ളം വറ്റത്തില്ല. എപ്പോഴും പശുക്കൾക്ക് എത്രത്തോളം നല്ല ശുദ്ധമായ തണ്ണീരും അവിടെ അതിനെ കുളിപ്പിക്കാനും എല്ലാം കൊണ്ടും വസന്താഭയാണ്. എന്ന് വെച്ചാൽ അത് എന്നും അവിടെ ഒരുപോലെ തന്നെ വൃന്ദാവനം. അതുകൊണ്ടാണ് എത്രയും ശോഭിച്ചിത് ആ സ്ഥലം പിന്നെയും സർവകാലം വസന്താഭ കലർന്ന് എപ്പോഴും അവിടെ സുന്ദരമായിരിക്കുന്ന ഒരു കാലമാണ്. ദിവ്യദേശം കണ്ടു താനും സഖികളും രാമനുമായി ഒരുമിച്ച് കളിച്ചു നാമോദശാലിനിമാരായ ഗോപികൾ വീട് തോറും പരിചോടകലാതെ കണ്ടോടി കളിച്ചോ നടന്ന് ഓരോ വാസരം മോഹനാനന്ദ ചരിത്രങ്ങൾ കൊണ്ടൊരു സ്നേഹം
അവർക്ക് വളർന്നു വരും തരം. അവിടെ ദിവ്യദേശം കണ്ടപ്പോൾ എന്ത് വന്നു? ഭഗവാനും സഖികൾക്കുമെല്ലാം രാമനും ഒക്കെ ഒന്നിച്ച് കളിച്ച് ആമോദശാലിനിമാരെ സന്തോഷകരമായിരിക്കുന്ന ഗോപികളും കണ്ണനും രാമനും ഒക്കെ. എന്നിട്ടോ വീട് തോറും അവർ ഓരോരോ ഭവനങ്ങൾ നിർമ്മിച്ചല്ലോ. ആ വീടുകൾ ഒരു വീട് ഒഴിയാതെ കണ്ണൻ എപ്പോഴും രാമനുമായിട്ട് എല്ലാ സഖികളുമായിട്ട് കൂട്ടുകൂടി അപ്പോഴെപ്പോഴും അവർ വീട് തോറും പരിചോടകലാതെ. നമ്മളൊക്കെ ആണെങ്കിൽ 10 ദിവസം ഒരു വീട്ടിൽ കയറിയോ അല്ലെങ്കിൽ സഹകരിച്ചോ ചെയ്താൽ പിന്നെ വഴക്കം കൂടി കയറിച്ചൊക്കെ കുറേ ആളിരിക്കും. പിന്നെ ഇങ്ങനെയാണ്. എന്നാൽ അവിടെ എങ്ങനെയാ? പരിചോടകലാതെ അവർ കുഞ്ഞുങ്ങൾ തങ്ങളെ ഒരു വഴക്കുമില്ല, എപ്പോഴും സ്നേഹം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് വീട് തോറും പരിചോടകലാതെ കണ്ട് ഓടിക്കളിച്ച് നടന്നവർ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും കുഞ്ഞുങ്ങൾ അങ്ങനെ എല്ലാ വീട് തോറും ഓടിയും കളിച്ചും സുഖിച്ചും സന്തോഷകരമായൊരു ജീവിതം കുഞ്ഞുങ്ങൾക്ക്. അങ്ങനെ ഓടിക്കളിച്ച് നടന്നു ഓരോ വാസരം മോഹനാനന്ദ ചരിത്രങ്ങൾ കൊണ്ട് ഒരു സ്നേഹം അവർക്ക് വളർന്നു വരുന്നതരം. അങ്ങനെ അവർക്ക് സ്നേഹം വളർന്ന് വന്നു. കാരണം അവർക്ക് അകൽച്ചയില്ല, എപ്പോഴും അവരൊന്നായി തന്നെ നിൽക്കുന്നു. വാസരം തോറും ശിശു ശശിതുല്യനായി വാസുദേവൻ വളർന്നിടിനാനന്യുഹം. ദിവസം ദിവസം എന്നിങ്ങനെ വളരുന്നു കണ്ണൻ ശിശു ശശിതുല്യനായിട്ട്. ആദ്യം പ്രഥമ ദ്വിതീയ എന്ന് തുടങ്ങുമ്പോൾ ഓരോ ദിവസം അല്പം അമ്പിളിക്കല കറുത്തവാവ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കാണും കുഞ്ഞൊരു ചന്ദ്രക്കല അല്പം കാണും. പിറ്റേന്ന് ഒന്നുകൂടെ വളരും. പിറ്റേന്ന് ആ ഈരണ്ട് നാഴിക അങ്ങനെ വളർന്ന് അവസാനം പൗർണമയായിട്ട് പൂർണ്ണചന്ദ്രനായിട്ട് വളർന്ന് വരുന്നത് പോലെ ഭഗവാൻ കണ്ണൻ ദിവസം ദിവസം വാസുദേവൻ ഭഗവാൻ കൃഷ്ണൻ വളർന്നിടിനാൻ ശിശു ശശി തുല്യനായി. കുഞ്ഞു ശിശു ശശി ചന്ദ്രൻ അപ്പം കുഞ്ഞ് ചന്ദ്രൻ വളർന്ന് വരുന്നത് പോലെ. ആദ്യം ചന്ദ്രൻ കുട്ടിയായിരിക്കും, പിന്നെ മുതിർന്ന് 14 ദിവസം കഴിയുമ്പോൾ ഇങ്ങനെ ഒരു പൂർണ്ണ ചന്ദ്രനാകുന്നത് പോലെ ആണ് ഭഗവാൻ അന്നന്ന് ഓരോ ദിവസം വളർന്നിടിനാൻ. മാതാവു താനും പിതാവും ഏറ്റം മനപ്രീതി പൂണ്ടാർ മകനായ ജഗന്മയൻ പോത ലീലാവിലാസങ്ങൾ കണ്ടാശു സംപ്രീതരായി വന്നാരാഖില ജനങ്ങളും. അമ്മയ്ക്കും അച്ഛനത് നന്ദഗോവർക്കും യശോദയ്ക്കും മറ്റ് ജനങ്ങൾക്കും എല്ലാം കൃഷ്ണൻ്റെ പോതലീലാവിലാസം കുഞ്ഞിൻ്റെ കളി അത് കണ്ട് കണ്ണൻ്റെ കളികൾ കണ്ട് അത്രത്തോളം സന്തോഷത്തോടെ സംപ്രീതരായി വന്നാൽ അഖില ജനങ്ങളും മാതാപിതാക്കളും സർവ്വജനങ്ങളും ഭഗവാന്റെ കുഞ്ഞിൻ്റെ കളികൾ കണ്ട് സന്തോഷമാണ്. മാധവൻ തൻ വചശ്രേണികൾ സന്തതം മാധുര്യസാര രസങ്ങൾ രഞ്ജിച്ചാതിമോദാൽ ഉണർന്നു തെളിഞ്ഞു ഉള്ള കൊഞ്ഞകൾ സാദരം തീർന്നു തെളിഞ്ഞു വന്നു തുലോ. അപ്പോൾ മാധുര്യസാര രസങ്ങൾ എന്ന് പറഞ്ഞാൽ കുഞ്ഞിലെ ഉള്ള ആ കൊഞ്ഞകൾ അതൊക്കെ അവർക്ക് സന്തോഷകരമായ അത്രമാത്രം എല്ലാവർക്കും സന്തോഷമായിരുന്നു, അമ്മയ്ക്കും അച്ഛനും ജനങ്ങൾക്കെല്ലാം. എന്നാൽ അത് പിന്നെ എങ്ങനെ വന്നു? അത് രഞ്ജിച്ചതി മോതാൽ ഉണർന്ന് തെളിഞ്ഞു. എങ്ങനെയാ? അത് കൊഞ്ഞകളൊക്കെ സാധനം തീർന്ന് അല്പം കൂടെ ഒന്ന് വളർന്നു കുട്ടി. അപ്പം ആ കുഞ്ഞുകളിയൊക്കെ ഒന്ന് മാറിയിട്ട് തെളിഞ്ഞു വന്നു തുല ഒന്നും കൂടെ തെളിച്ചമായി. കണ്ണൻ്റെ ഓരോ രീതികളും പിന്നെ അതിനുശേഷം ഉള്ള ഓരോ സംസാരങ്ങളും ഒക്കെ ഒന്നും കൂടെ വേറൊരു രീതിയായി. പക്ഷേ അത് എത്രമാത്രം ശോഭിക്കുന്നു എന്നാണ്. വീണ്ടും അതെങ്ങനെ സംഭവിക്കുന്നേ? സാരസ്യ രീതികൾ ചേർന്ന് അഴൽ തീരുമാർ ഓരോ വിധം അരുൾ ചെയ്യുന്ന വാണികൾ കേൾക്കയിൽ ആഗ്രഹം വാച്ച് ഉണ്ണിതൻ മുഖം നോക്കി സുഖിക്കുമാറായതു സർവരും. കഫം കിടക്കുന്നുണ്ട്, എനിക്ക് സംസാരിക്കും ഉടനെ അടയ്ക്കുന്നു. അപ്പം എങ്ങനെയാ പിന്നെ അടക്കനെ? സാരസ്യ രീതികൾ ചേർന്ന് അഴൽ തീരുമാർ. ആർക്കെങ്കിലും ബുദ്ധിമുട്ടോ വിഷമങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കണ്ണൻ്റെ മുഖത്തേക്ക് നോക്കിയിരുന്നാൽ മതി. എന്താ കാരണം? സാരസ്യ രീതികൾ അങ്ങോട്ട് ചേർന്ന് എന്തൊക്കെയാ പിന്നെ കാര്യങ്ങൾ കേൾക്കുന്ന വാണികൾ, ഭഗവാന്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ എല്ലാവരെയും അതിശയിപ്പിക്കും. വിഷമങ്ങളെല്ലാം മാറും. എന്ത് ദുഃഖം ഉണ്ടെങ്കിലും ജനങ്ങളുടെ അസുഖങ്ങളോ വിഷമങ്ങളോ ഒക്കെ മാറിയിട്ട് ഭഗവാന്റെ മുഖത്തേക്ക് നോക്കി സുഖിക്കുമാറായത് സർവരും. അങ്ങനെ അങ്ങ് മാറി. ഭഗവാന്റെ ആ കുഞ്ഞിലെ കളിയൊക്കെ അങ്ങോട്ടൊന്ന് മാറിയിട്ട് പിന്നെ കേൾക്കാൻ അങ്ങ് ഇമ്പം തോന്നുന്ന രീതിയിലാണ് കണ്ണൻ എല്ലാവരോടും കാര്യങ്ങൾ പറയുന്നത്. അത് കേൾക്കുമ്പോൾ സർവ്വജനങ്ങളും ഭഗവാന്റെ മുഖത്തേക്ക് നോക്കി സുഖിച്ചിരിക്കും. വിഷമങ്ങളൊന്നും അറിയത്തില്ല.
വേദനകളോ അസുഖങ്ങളോ ഒന്നും അറിയത്തില്ല. എന്തുണ്ടെങ്കിലും മാറും. അതാണ് സാരസ രീതികൾ ചേർന്ന് അഴൽ തീരുമാറ്. അത് അതിന് മുന്നേ ഉള്ളതെല്ലാം സാധനം തീർന്നു. എന്താണ്? മൂതാൽ ഉണർന്ന് തെളിഞ്ഞുള്ള കൊഞ്ഞകൾ സാധനം തീർന്നു തെളിഞ്ഞു വന്നു തുലു. വീണ്ടും നന്നായി ആ കുഞ്ഞു കളിയുള്ള കൊഞ്ഞൽ അങ്ങനെയൊക്കെയുള്ള ഒരുമാതിരി തെളിയാത്ത രീതി പറയുമല്ലോ, അതൊക്കെ ഒന്ന് മാറിയിട്ടൊരു വ്യക്തതയോടുകൂടി തെളിഞ്ഞു വന്നു. ഭഗവാന്റെ സംസാരങ്ങൾ നല്ല വാണികളാണ്. അത് കേട്ടാൽ ആർക്കും സന്തോഷമുണ്ടാകും. വിഷമങ്ങളെല്ലാം മാറി കണ്ണൻ്റെ മുഖത്തേക്ക് കാര്യങ്ങൾ കേൾക്കാൻ കാതോർത്തും കണ്ണിനും കാതിനും ഇമ്പമായി ഭഗവാൻ അടുക്ക തന്നെ ഇരിക്കും. ഭാഗ്യമെന്നന്തികെ ചേർന്നുള്ളവർക്കുള്ളത് ആർക്ക് ചൊല്ലാം നരവീര ശിഖാമണി. ഇത്രയും ഭാഗ്യം ആർക്ക് ചേർന്ന് ഭഗവാനോടൊത്ത് ഇങ്ങനെ ചേർന്ന് കണ്ട് സുഖിച്ചും കേട്ട് ഇരിക്കാനും ആർക്കാ ഇതിനുള്ള ഭാഗ്യം? ആർക്ക് ചൊല്ലാം? ആർക്ക് കിട്ടും? നരവീര ശിഖാമണി സാക്ഷാൽ പരബ്രഹ്മമൂർത്തി സനാതനൻ സാക്ഷിഭൂതൻ സഖിപിർ ബലസംയുതൻ ഗോക്കളിലേറ്റം ചെറിയവത് അമ്മയുമാക്കമോട് ഒന്നിച്ചു മേച്ചു ചേർത്ത് അങ്ങനെ സാധ്യമായുള്ള കാളന്തി തീരസ്ഥലം മേധ്യമാക്കി ചമച്ചിടിനാൻ എത്രയും. അങ്ങനെ അവിടെ പരബ്രഹ്മമൂർത്തിയായിരിക്കുന്ന ഭഗവാൻ കൂട്ടുകാർ സഖികളും ഒന്നിച്ച് ഗോക്കളിൽ ഏറ്റവും ചെറിയവർ തമ്മയും ആക്കമോട് ഒന്നിച്ച് മേച്ച് അവിടെ പിന്നെ കാരണം മുമ്പ് കുട്ടികളെയായിരുന്നു കണ്ണൻ മേച്ചത്, പശുക്കുട്ടികളെ. ഇപ്പോൾ അവിടെ ഗോക്കളിൽ ഏറ്റവും ചെറിയവരായാലും അവരെല്ലാം ഒന്നിച്ച് തന്നെ മേച്ച് നടത്താറായി. അപ്പോൾ ഭഗവാൻ കണ്ണന് പ്രത്യേകതയില്ല. വലിയ പശുക്കളും ചെറിയ പശുക്കളും ഏറ്റവും ചെറിയതും എല്ലാം ഒന്നിച്ച് തന്നെ അവിടെ കൂടി നടക്കുന്നവരുടെ കൂടെ തന്നെ. കാരണം വെറും കുട്ടിയായിരുന്ന സമയത്ത് കുഞ്ഞു പശുക്കുട്ടി വത്സങ്ങളോടായിരുന്നു. ഇവിടെ ഇപ്പോൾ സാക്ഷിഭൂതൻ സഖിഭർ, കാരണം മറ്റ് സഖികളോടുകൂടി കണ്ണൻ ഗോക്കളിൽ ഏറ്റവും ചെറിയ പതമ്മയും വെറും കുഞ്ഞു പൈതലായ കുട്ടികളായാലും ആക്കമോട് ഒന്നിച്ച് മേച്ചു ചേർത്ത് അങ്ങനെ സാധ്യമായുള്ള കാളന്തി തീരസ്ഥലം മേധ്യമാക്കി ചമച്ചിടാൻ എത്രയും. കാരണം അവിടെ പരിശുദ്ധമാക്കി തീർത്തു ഭഗവാൻ കണ്ണൻ. അത്രമാത്രം ആനന്ദലഹരിയിലാക്കി. അവിടെ പശുകൃഷിയാണെങ്കിൽ അവർ ആനന്ദ നിർവൃതി അടയുന്നു. ഏത് ജോലിയായാലും അത് ഭഗവാനും കുഞ്ഞുങ്ങളും അവിടെ ക്രീഡയാണ്. അവരുടെ ക്രീഡ പശുക്കളെ മേയ്ക്കുക, ഭഗവാനോട് ഒത്തിരുന്ന് രസിക്കുക, ആനന്ദിക്കുക, അതും ഒരു നിർവൃതിയാണ്. നമ്മൾ എന്ത് പ്രവൃത്തിയായാലും നമ്മൾ അതിൽ ആനന്ദിക്കുക. എങ്ങനെ? പരമാത്മാവായിട്ട് ലയിക്കുക, ഈശ്വരനായിട്ട് ചേർന്നിരിക്കുക. പശുകൃഷിയാണോ? ചേർന്ന് ഭഗവാനുമായിട്ട് ചേർന്ന് ലയിക്കുക, അത് ആനന്ദ നിർവൃതിയാണ്. അതുപോലെ പാട്ട് പാടുമ്പോഴും പരമാത്മാവിനെ ചേർന്ന് ലയിക്കുമ്പോൾ അതും ഒരു ക്രീഡ തന്നെയാണ്. അതുപോലെ എന്ത് പ്രവൃത്തി ആയാലും ഭഗവാനുമായിട്ട് ചേർന്ന് അവിടെ വൃന്ദാവനം പരിശുദ്ധമാക്കി എല്ലാ സഖികളുമായി ചേർന്ന് സാധ്യമായുള്ള കാളന്തി തീരസ്ഥലം മേധ്യമാക്കി അത് പരിശുദ്ധമാക്കി ചമച്ചിടിനാൻ എത്രയും. അങ്ങനെയെല്ലാം കളിപ്പതിനായുടൻ അങ്ങ് പൈക്കൂട്ടത്തെയും തെളിച്ച് അങ്ങനെ പോകുന്ന പോതൊരോരോ കണ്ടകി പത്രങ്ങൾ ആകുതുകേന ചിരട്ടകൾ എന്നിവ കൂടെ എടുത്തുകൊണ്ട് ആശുചെന്നേവരും കൂടെ ഇരുന്നൊരുമിച്ച് കിളർന്നഴും പൂഴി കോരിക്കൊണ്ട് അതുകൊണ്ട് അഥൈവ തൻ തോഴരോടൊത്ത് ചോറും കറിയും പല ഭേദം വരുത്തിയെടുത്ത് വിളമ്പിയും സാദരം കൂട്ടിയുണ്ടും കഴിച്ചും മുതാ സായാഹ്ന കാലേ ഗൃഹം ബുക്കുറങ്ങിയും മായാമയൻ ദിവസം പ്രതി കേവലം. അങ്ങനെ ഭഗവാൻ അവിടെ എന്ത് ചെയ്ത് സഖികളുമായിട്ട് പൈക്കൂട്ടത്തെയും തെളിച്ചങ്ങനെ പശുക്കളെ മേയ്ക്കാൻ പോകുന്ന സമയത്ത് ഓരോ കണ്ടകി പത്രങ്ങൾ, പ്ലാവിലകൾ, ചിരട്ടകൾ എന്തിനാ എടുക്കുന്നേ? കിളർന്ന് കിടക്കുന്ന മണ്ണിൽ നിന്നെടുത്ത് കുറേ എടുത്ത് പൂഴി വാരിക്കൊണ്ട് അതുകൊണ്ട് ആ ദൈവത്തൻ തോഴരോടൊത്ത് സഖികളുമായിട്ട് ചോറും കറിയൊക്കെ അരിയും കറിയും വെക്കും നമ്മൾ പറയും. കുട്ടികൾ ചിരട്ടകളും പ്ലാവിലൊക്കെ കോട്ടി ഇങ്ങനെ ചില കറികളും അവർ തന്നെ കുറേ ഇലകളൊക്കെ പിച്ചി കുറേ കറികളാക്കും. ഞങ്ങളൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. കുട്ടിനാളിൽ ചിരട്ടയ്ക്ക് അത് മണ്ണ് കുഴച്ച് വെച്ചിട്ട് കുറച്ച് നേരം അതൊന്ന് കമത്തി വയ്ക്കുമ്പം ചോറ് അങ്ങനെയൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അത് നമുക്കറിയാം. അങ്ങനെ ഭഗവാൻ അങ്ങനെ ഇതൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുന്നേയുള്ള കാര്യം. ഇത് വായിച്ച് പഠിച്ചിട്ടായിരിക്കും ഭക്തന്മാരുടെ മക്കളൊക്കെ അന്ന് എൻ്റെ അച്ഛനും അമ്മയ്ക്കൊക്കെ ചിലപ്പോൾ ഇത് കൊണ്ടായിരിക്കാം ഞങ്ങളൊക്കെ ഇങ്ങനെ കളിക്കേണ്ടി വരുന്നത്. മുതിർന്നവർക്ക് അറിയാമല്ലോ, ഇത് വായിച്ച് പഠിച്ചവർക്ക് അറിയാം. ഞങ്ങൾക്കൊന്നും കുട്ടികൾക്ക് അറിയില്ല. ഭാഗവതം ഇങ്ങനെ പറയുന്നു എന്ന്. എത്രയോ കാലത്ത് മുമ്പുള്ള കാര്യമായി ഇത് എഴുതിയേക്കുന്നത്. അപ്പോൾ കണ്ണനല്ലേ ആദ്യം ഇതെല്ലാം ഇവിടെ ഉണ്ടാക്കിയെടുത്തത്. ഈ കാര്യങ്ങളെല്ലാം ചിന്തിച്ച് നോക്ക്. അതല്ലേ നമ്മളെല്ലാം കണ്ടുപഠിച്ചത്. അത് നമ്മൾ മനസ്സിലാക്കണം.
ഇവിടെ ആദ്യം ഉണ്ടായതെല്ലാം ആദി നായകൻ തന്നെ ഭഗവാൻ തന്നെ പരമാത്മാവാണ് ആദിനായ പുരുഷൻ. അവിടുന്ന് തന്നെയാണ് ഈ ലോകത്തിലെ സർവ്വതും വന്നേക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഇവിടെ ചോറും കറിയൊക്കെ ഈ പ്ലാവിലെയും ചിരട്ടെ കൊണ്ടുവന്ന് മണ്ണൊക്കെ വാരിക്കുഴച്ച് ചോറും കറിയൊക്കെ പല ഭേദം വരുത്തിയെടുത്ത് പല പല രീതിയിൽ അങ്ങനെ വിളമ്പിയും സാദരം കൂട്ടി ഉണ്ടും കഴിച്ചും മുതാ സായാഹ്ന കാലേ, അത് സന്ധ്യയാവുമ്പോൾ സായാഹ്നം സന്ധ്യയാകുമ്പോൾ അവർ ഗൃഹം പുക്കുറങ്ങിയും അങ്ങനെയും കൂടെ. കാരണം ഒരു വീട്ടിൽ അച്ഛനും അമ്മയൊക്കെ എങ്ങനെയാണ് ആഹാരമൊക്കെ വെച്ച് വിളമ്പിയും കൊടുത്ത് മക്കളൊക്കെ എല്ലാം കഴിഞ്ഞിട്ട് അവർ കിടന്ന് ഉറങ്ങത്തില്ല. അതുപോലെ അവരും പോയി കിടന്ന് സന്ധ്യയായെന്നും പറഞ്ഞ് പോയി കിടക്കും. അങ്ങനെ ഉറങ്ങിയും മായാമയൻ ദിവസം പ്രതി കേവലം, അങ്ങനെ ഭഗവാൻ മായാമയനായിരിക്കുന്ന ഈ നാരായണൻ ദിവസം പ്രതി അങ്ങനെ ചേതോഹരാകൃതിയോടെ നിരന്തരം നീതിയോടെ കഴിയുന്ന ആൾ ഒരു ദിനം. അങ്ങനെ മനസ്സിന് ചേതോഹരാകൃതിയോടെ, അങ്ങനെ മനസ്സിന് അത്രമാത്രം ലഹരിയോടെ ആനന്ദമായിട്ട് നിരന്തരം അങ്ങനെ നീതിയോടെ. എന്താ നീതിയോടെ അവിടെ പറയേണ്ട കാര്യം? അവിടെ എപ്പോഴും കുഞ്ഞുങ്ങൾ തങ്ങളിലാണ് കളിക്കുന്നത്. അപ്പോൾ കുട്ടികൾ തങ്ങളിൽ ഒരു പിണക്കവുമില്ല, നീതിയേ ഉള്ളൂ, അന്യായമൊന്നുമില്ല. ചോറും കറിയും കളിക്കുന്നതാണെങ്കിൽ പോലും അവിടെ ഒരു വഴക്ക് കുടക്കമോ പിടിച്ചുപറിയോ ഒന്നും തന്നെ ഇല്ല. ഞാനും എൻ്റെതും എന്നുള്ള ചിന്ത അവിടെ ഇല്ല. ഞാനും എൻ്റേതെന്നുള്ള ചിന്ത വരും, അല്ലെങ്കിൽ നീയും ഞാനുള്ള ചിന്ത വരുമ്പോഴാണല്ലോ ഈ നീതികേടുണ്ടാകുന്നത്. എല്ലാം സമത്തിലാണ്, കുഞ്ഞുങ്ങളും കണ്ണനും എല്ലാം സമഭാവനയാണെങ്കിൽ അവിടെ നീതികേടുണ്ടാകേണ്ട കാര്യമില്ല. അപ്പോൾ അവർ എല്ലാം സമദൃഷ്ടിയോടെയാണ് കാണുന്നതാണ് അതിൻ്റെ അർത്ഥം. അപ്പം ആനന്ദലഹരി അല്ലേ അവിടെ? അതല്ലേ നമ്മളെ ഈ ലോകം ഇങ്ങനെ ആയിപ്പോയത്. സർവ്വപേർക്കും സമദൃഷ്ടി ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഈ പിടിച്ചുപറി ഉണ്ടാകുമോ? അതുകൊണ്ടിവിടെ നീതിയോടെ കഴിയുന്ന ആൾ ഒരു ദിനം. അന്ന് കണ്ട ഈ കാര്യങ്ങളൊന്നും ഇന്നിവിടെ ഇല്ലാതെ പോയി. നമുക്ക് അരിയും കറിയും വെച്ച് കളിക്കുന്നത് അതും ഇപ്പോൾ ഇല്ല. കാരണം ഇവിടെ ഇപ്പോൾ ഈ ഇങ്ങനെയുള്ള ന്യൂ ജനറേഷൻ വന്നപ്പോൾ വീട്ടിനകത്ത് തന്നെ ഇരുന്ന് കണ്ടുകൊണ്ടിരുന്നാൽ മതി. ഒന്നും കൈയും കാലും അനങ്ങി ഒന്നും ചെയ്യണ്ട. കുട്ടികൾക്ക് ഇറങ്ങി ഓടണ്ട, കളിക്കണ്ട, എപ്പോഴും ഒരു മൊബൈലോ അല്ലെങ്കിൽ ടി വിയോ ഇങ്ങനെ ആയിപ്പോയി. യുഗങ്ങൾ ഇങ്ങനെ നശിച്ചു കഴിയുന്നു ഈ കലിയുഗം. അതുകൊണ്ടിവിടെ ചേതോഹരാകൃതിയോടെ നിരന്തര നീതിയോടെ ദിവസേന എങ്ങനെയാണ് എപ്പോഴും. അപ്പോൾ അങ്ങനെ കഴിയുന്ന ആൾ ഒരു ദിവസം ഇങ്ങനെ സന്തോഷത്തോടുകൂടി നീതിയോടെ കഴിയുന്ന ഒരു ദിവസം സാരസ്യരീതി കലർന്നു വിളങ്ങിന ചാരുസ്മിതത്തോടു കൂടവേ സാദരം കാരുണ്യരാശി പിതാവിൻ മടിയിൽ അക്കാരുഹ്യ മന്ദം പുണർന്നു ചൊല്ലിയിടിനാൻ. അങ്ങനെ ഒരു ദിവസം സാരസ്യരീതി കലർന്ന് വിളങ്ങിന ചാരുസ്മിതത്തോടു കൂടവേ സന്തോഷ രീതിയിലുള്ള രീതിയിൽ ഭഗവാൻ കണ്ണൻ നല്ല സുന്ദര മുഖത്തോടും പുഞ്ചിരിയോടും കൂടി സാരസ്യരീതി അത്രമാത്രം എന്താ അവന് പറയുന്നത്, മുഖത്തിന് ആനന്ദവും സന്തോഷവും ചിരിയും എല്ലാമായി ഒരു ദിവസം കാരുണ്യരാശിയായിരിക്കുന്ന ഭഗവാൻ പിതാവിൻ്റെ മടിയിൽ ചെന്ന് ആരുഹ്യ മന്ദം പുണർന്ന് പിതാവിനെ തട്ടിയും തലോടിയും ചെന്ന് മടിയിൽ ഇരുന്നിട്ട് പറയുന്നു ചൊല്ലിടിനാൻ. അച്ഛാ തെളിവോടെനിക്ക് ഒരു ഓടക്കുഴൽ കിച്ചയുണ്ട്, ഇന്നതു തീർത്തഴകോടു നീ പിച്ചയാമാർ മറ്റുള്ളവർക്കുള്ളതിൽ ഒച്ച ഏറെ പ്രസരിക്കുമാർ ഏറ്റവും. അങ്ങനെ ഭഗവാൻ പറയുന്നു, അച്ഛാ പുണർന്ന് സന്തോഷിച്ച് സ്നേഹത്തോടെ കയറി മടിയിലിരുന്ന് കാര്യം പറയണ്ടേ. അച്ഛനോട് അങ്ങനെ പറഞ്ഞെങ്കിലല്ലേ അച്ഛൻ കേൾക്കുമെന്ന് കുഞ്ഞുങ്ങൾക്കറിയാം, കണ്ണൻ അറിയാം. അതുകൊണ്ട് ഇവിടെ നമ്മളും അങ്ങനെയല്ലേ, അച്ഛനോട് പറയാറില്ല, അമ്മയോടാ പറയാം. എങ്കിലും അച്ഛനോട് സ്നേഹമുള്ള മക്കൾ ചെന്ന് മടിയിലൊക്കെ കയറിയിട്ട് അച്ഛാന്നൊക്കെ തട്ടിയും തടവയൊക്കെ ഇരുന്നിട്ട് പറയും, അച്ഛാ എനിക്ക് ഇന്നത് നല്ലൊരു പാവയെ കൊണ്ട് തരണേ, അല്ലെങ്കിൽ എനിക്കൊരു JCB കൊണ്ട് തരണേ. ഇതൊക്കെയാണ് ഇവിടേക്കുള്ള നമ്മുടെ കൊച്ചുമക്കളൊക്കെ പറയാറുള്ളത്. അതുപോലെ ഇവിടെ അച്ഛാ തെളിവോടെനിക്ക് ഒരോടക്കുഴൽ കിച്ചയുണ്ട്, ഇന്ന് അത് തീർത്തഴകോടു നീ പിച്ചയാമാറ് മറ്റുള്ളവർക്കുള്ളതിൽ ഒച്ചയേറെ പ്രസരിക്കുമാർ ഏറ്റവും സ്വച്ഛവർണ്ണക്രമതാള മേളങ്ങൾ പോന്ന് ഉച്ച മാധുര്യമോടുജ്വലിക്കും തരം. അങ്ങനെ അത് മാത്രമേ ഭഗവാൻ മറ്റുള്ളവർക്കുള്ളതിനേക്കാൾ മെച്ചമെന്ന് പറഞ്ഞുള്ളൂ. വേറൊന്നും ഭഗവാന് എല്ലാം സമത്തിൽ തന്നെയാണ്. പക്ഷെ ഇവിടെ ഭഗവാന്റെ ആവശ്യം അങ്ങനെയാണ്. എല്ലാവരും മാധുര്യം ഉണ്ടാകണം പരമാത്മാവിന്, മാധുര്യ സ്വരം. അപ്പോൾ എന്താ, ഉച്ചം മാത്രം പോരാ, മധുരം വേണം. നമുക്കറിയാം സ്റ്റാർ സിംഗറിൽ കുഞ്ഞുങ്ങൾ പാടുന്നത് എത്ര മാധുര്യത്തോടെയാണെന്ന്.
ഒറിജിനൽ പാട്ട് കേൾക്കുന്നതിനേക്കാളും മാധുര്യം ഏറുന്ന രീതിയിലാണ് ഇന്നുള്ള കുട്ടികൾ പാടുന്നത്. അപ്പോൾ അച്ഛാ തെളിവോട് എനിക്കൊരു ഓടക്കുഴൽ കിച്ചയുണ്ട്, ഇന്നത് തീർത്തഴകോട് നീ പിച്ചയാമാറ്, മറ്റുള്ളവർക്കുള്ളതിൽ ഒച്ച ഏറെ പ്രസരിക്കുമാറ് ഏറ്റവും. അപ്പം നന്നായി പ്രസരിക്കണം, അത് ഭഗവാന് പ്രത്യേകതയാണ്. അതുകൊണ്ടാണ് നമുക്ക് എത്രത്തോളം അറിയാമെങ്കിലും നമ്മൾ ഭഗവാനെ പ്രാർത്ഥിക്കുമ്പോൾ തൊണ്ട വയ്യെങ്കിലും ഭഗവാനെ നാരായണ എന്നുള്ള നാമങ്ങൾ ചൊല്ലുമ്പോൾ നമുക്കും ആനന്ദലഹരി ഉണ്ടാകണം. അതുപോലെ നമ്മൾ ചൊല്ലണം. വെറുതെ കരളിൽ വിവേകം കൂടാതെ കണ്ടര നിമിഷം വിധകള ഇങ്ങനെ ചൊല്ലരുത്. അത് ഭഗവാനും കൂടെ ചേർന്ന് നമുക്ക് വളരെ ഒക്കുന്ന രീതിയിൽ, നമ്മൾ ഒക്കാത്തവരൊപ്പിക്കാനൊക്കത്തില്ല, എന്നാലും നമുക്ക് ഭഗവാൻ എന്നുള്ള ചിന്ത നമ്മൾ ഉണ്ടെങ്കിൽ അതൊരു മാധുര്യം ഉണ്ടായി വരും. ഭഗവാനുള്ള ചിന്ത ഉള്ളിൽ ഇല്ലാതെ പോകുമ്പോഴാണ് ആർക്കോ വേണ്ടി പറയുന്നത് പോലെ കരളിൽ വിവേകം കൂടാതെ കണ്ടര നിമിഷം എന്താണെന്നും അവരറിയുന്നില്ല. അതുപോലെ അല്ല ഇവിടെ ഈ ഓടക്കുഴൽ, മാധുര്യം വേണം. മറ്റുള്ളവരിലേക്കാളും മാധുര്യം വേണമെന്ന് പറയുന്നത് ഭഗവാൻ ആ നാദം കേൾക്കുമ്പോൾ ആനന്ദത്തിൽ ലഹരിയിൽ അലിയണം നമ്മളെല്ലാവരും. പശുക്കളും വൃക്ഷലതാദികളും ആകാശം എന്തൊക്കെ ഭൂമിയിലുണ്ടോ, ഈ പ്രപഞ്ചത്തിലുണ്ടോ, അതൊക്കെ ആ നാദം കേൾക്കുമ്പോൾ, അതാണ് നാദബ്രഹ്മം. അത് കേൾക്കുമ്പോൾ എല്ലാവരും അതിലേക്ക് ലയിക്കണം. അതുകൊണ്ടാണ് ഭഗവാൻ അങ്ങനെ പറഞ്ഞത്. അതുകൊണ്ട് ഒച്ചയേറെ പ്രസരിക്കുമാറ് ഏറ്റവും സ്വച്ഛവർണ്ണക്രമ താളമേളങ്ങൾ പോകുന്ന ഉച്ച മാധുര്യമോട് ഉജ്ജ്വലിക്കും തരം വിസ്മയമായി തരിക. അങ്ങനെയുള്ള ഒരു പ്രത്യേകതയുള്ള ഒരു ഓടക്കുഴൽ എനിക്ക് അച്ഛനുണ്ടാക്കി തരണമേ അച്ഛാ എന്നിങ്ങനെ കണ്ണൻ പറഞ്ഞു. അത് കേട്ടപ്പോൾ അത്ഭുതമായി ചമച്ച് അങ്ങനെ സത്വരം പുത്രന് നൽകി. അപ്പോഴങ്ങനെ തന്നെ വിസ്മയമായി തരിക എന്ന് അങ്ങനെ തന്നെ എനിക്ക് തരണമേ അച്ഛാ എന്ന് മടിൽ കയറിയിരുന്ന് സന്തോഷത്തോടും സ്നേഹത്തോടും ഭക്തിയോടും കൂടി പിതാവിൻ്റെ മടിൽ ആനന്ദിച്ചിരുന്ന് പറഞ്ഞു, അച്ഛാ എനിക്ക് അങ്ങനെ ഒരു ഓടക്കുഴൽ ഉണ്ടാക്കി തരണേ അച്ഛാ എന്ന് പറയുമ്പോൾ ആ പിതാവ് അത് കേട്ട് വിസ്മയമായി തരിക എന്ന് കേട്ടപ്പോൾ അത്ഭുതത്തോടുള്ള ഒരു അത്ഭുതമായി ചമച്ച്, അങ്ങനെ പറഞ്ഞ രീതിയിൽ തന്നെ അത്ഭുതമായി ചമച്ച് അങ്ങനെ സത്വരം പുത്രന് നൽകി. ആ കണ്ണൻ അങ്ങനെ തന്നെ അച്ഛൻ കൊടുത്തു. ആശ കൈക്കൊണ്ട് അത്രത്തോളം ആർത്തിയോട് ഭഗവാൻ അത് കൈക്കൊണ്ടുടൻ എത്രയും ഏറ്റവും തെളിഞ്ഞു സഖികളും എത്താനും ബലഭദ്രനും ഒരുമിച്ച് ഒരു ദീനത എന്നിയേ. അങ്ങനെ ഭഗവാൻ അത് കൈക്കൊണ്ട് ആനന്ദത്തോടെ ആഗ്രഹത്തോടെ ആർത്തിയോടെ അത് അങ്ങനെ ചോദിച്ചു വാങ്ങി. അപ്പോൾ ഏറ്റവും തെളിഞ്ഞു കണ്ണൻ. എന്നിട്ട് സഖികളും താനും ബലഭദ്രനും ഒരുമിച്ച് ഒരു ദീനത എന്നിയേ, ഒരു വിഷമവും കൂടാതെ ഗോപാല വൃന്ദവും മേച്ചു കളിച്ചടുത്തുള്ള ദേശങ്ങളിൽ വാചനം കൗതുകത്തോടു വിളങ്ങിനാൻ. അങ്ങനെ ഭഗവാൻ ആ ഓടക്കുഴലുമായി ബലഭദ്രരാമനും സഹിക്കൂട്ടുകാരും ഒരു വിഷമവും കൂടാതെ ദീനത എന്നിയേ, ഒരു വിഷമോ ദുഃഖമോ ഒന്നുമില്ലാതെ ഗോപാലവൃന്ദം പശുക്കൂട്ടങ്ങളും എല്ലാവരും ഒന്നിച്ച് മേച്ചും കളിച്ചും ഓടക്കുഴൽ ഊതിയും പല പല അടുത്തുള്ള ദേശങ്ങളിലൊക്കെ വാച്ചനും അത്രത്തോളം ആർത്തിയോടും സന്തോഷത്തോടും തന്നെ പശുക്കളുമായി ഗോക്കളും കുട്ടികളും ആ പശുക്കുട്ടികളും എല്ലാവരുമായിട്ട് ഭഗവാൻ ആനന്ദത്തോടെ കൗതുകത്തോടെ വിളങ്ങിനാൻ. അവിടുന്ന് മറ്റ് ദേശങ്ങളിലൊക്കെ പശുക്കളെയും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അടുത്തുള്ള ദേശത്തോട്ടൊക്കെ ഭഗവാൻ മേച്ച് നടന്നു ആനന്ദത്തോടെ കൗതുകത്തോടെ. എങ്ങനെയാണ് അതാണ് നമ്മളിതിൽ വായിച്ചത്. നമുക്കെല്ലാവർക്കും ഇത് മനസ്സിലാക്കണം, ആനന്ദം എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന്. നമുക്ക് എന്ത് ജോലി ആയാലും നമ്മൾ അതിൽ ആനന്ദം കൊള്ളണം, അതിൽ പരമാത്മാവായി ലയിക്കണം. എന്ത് ജോലിയും ആയിക്കൊള്ളട്ടെ, അത് എന്തിലും ഭഗവാനാണ് നമ്മുടെ ഉള്ളിൽ നിന്ന് ആ ഒരു ഓർമ്മയുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന ജോലിയിൽ ആനന്ദം ഭഗവാനിലേക്ക് ലയിക്കും. അതുകൊണ്ടാണ് പറയുന്നത്, സർവ്വത്തിലും പരമാത്മാവിൽ നമ്മൾ മനസ്സിലാക്കുക, ഈശ്വരനിൽ അർപ്പിക്കുക. നമ്മൾ പരമാത്മാവിൽ ലയിച്ച് ചെയ്യുന്ന ജോലികൾക്ക് നമുക്ക് ഫലം വരത്തില്ല. ദുഷ്കർമ്മമാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ കൂടി നമുക്ക് ഏക്കത്തില്ല. എന്താ കാരണം? നമ്മൾ പരമാത്മാവായിട്ട് ചേർന്ന് ചെയ്യുമ്പോൾ അത് ഈശ്വരൻ ചെയ്യുകയാണ്. നമ്മൾ ഏത് പാപകർമ്മവും നമ്മൾ ചെയ്യട്ടെ, അത് ചെയ്യുമ്പോൾ പരമാത്മാവിൽ ലയിച്ച് ചെയ്യൂ. അപ്പോൾ നമ്മളല്ല ചെയ്യുന്നത്, ഈശ്വരനാണ് അത് ചെയ്യുന്നത്. നമുക്ക് എങ്ങനെ പാപം ഉണ്ടാവും? നമ്മൾ പരമാത്മാവിൽ ലയിക്കാതെ നമ്മൾ ആ ജോലി ചെയ്യുന്നതിനെ ശ്രദ്ധിക്കാമെങ്കിൽ ആ പാപം നമുക്ക് കിട്ടും. കാരണം നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്. ആനന്ദലഹരിയിൽ ഈശ്വരനായിട്ട് ചേർന്ന് നിന്ന് എന്ത് ജോലി, പുണ്യമായാലും പാപമായാലും, അത് ഈശ്വരനാണ് ചെയ്യുന്നതെന്ന് നമ്മുടെ ഉള്ളത്തിൽ അതാണ്, ഈശ്വരനാണ് ഇരിക്കുന്നത്. എന്താ കാരണം? ലയിച്ചാ ചെയ്യുന്നത്, ഈശ്വരൻ ലയിച്ചാ ചെയ്യുന്നത്. ആ ജോലികൾക്ക് നമുക്ക് ശ്രദ്ധയില്ല. അപ്പോൾ ഭഗവാനുള്ള ശ്രദ്ധയാണ്. അപ്പോഴവർ ചെയ്യുന്ന ജോലി ഈശ്വരനാണ്. ആ ഈശ്വരൻ ചെയ്ത ജോലിക്ക് നമുക്കെങ്ങനെ കൂലി കിട്ടും? നമുക്ക് പുണ്യവും വേണ്ട, പുണ്യപ്രവൃത്തിയാണോ ചെയ്യുന്നത് അതും വേണ്ട.
പാവം പ്രവൃത്തിയാണ് അതും വേണ്ട, നമുക്ക് ഫലം വേണ്ട, ഒന്നിലും ആഗ്രഹിക്കാതെ കർമ്മം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈശ്വരനെ അർപ്പിച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ ഈശ്വരനെ ചേർന്നിരുന്ന് ഈശ്വരൻ നമ്മളെ ഉള്ളിൽ ഇരുന്നും കൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ പ്രവൃത്തികളെല്ലാം ചെയ്യുന്നത് ഒരു ശരീരം ചെയ്യുന്നതേ ഉള്ളൂ, മനസ്സ് അവിടെ അങ്ങും ഇല്ല. നമ്മുടെ മനസ്സ് അതിലേക്കാണെങ്കിൽ മാത്രമേ നമുക്ക് പാപമായാലും പുണ്യമായാലും ഫലമുള്ളൂ. നമുക്ക് പുണ്യവും വേണ്ട പാപവും വേണ്ട, ഈശ്വരനായിട്ട് ചേർന്നാൽ പോരെ. പുണ്യം നമുക്ക് വേണ്ട, നമ്മൾ പുണ്യം ചെയ്യുന്ന ആർക്ക് കൊടുക്കാൻ? നമ്മൾ പരമാത്മ ലയിച്ച് ഇരിക്കുകയല്ലേ, പിന്നെ ആർക്ക് വേണം നമുക്ക് നമ്മൾ ചെയ്യുന്ന പുണ്യം? അതുകൊണ്ട് പുണ്യവും പാപമൊന്നും നമുക്ക് ഏക്കാതിരിക്കാം. പുണ്യം നമുക്ക് വേണമെന്ന് ആഗ്രഹിച്ചാൽ നമ്മൾ പാപവും അപ്പം പാപത്തിന് ശ്രദ്ധ വരും. അതുകൊണ്ട് പുണ്യത്തിന് നമ്മൾ ശ്രദ്ധിക്കുന്ന ഈശ്വരനെ ലയിച്ച് ചെയ്യുക. ഒരു പൊങ്കാലിടുകയാണോ പരമാത്മാവിനെ ഉള്ളിലിരുത്തി ചെയ്യുക, അത് ഈശ്വരനാണ് ചെയ്യുന്നത്. അപ്പോൾ ആ പുണ്യം നമുക്ക് ആഗ്രഹിക്കാതിരുന്നാൽ നമ്മളല്ലല്ലോ ചെയ്യുന്നത്. അതുപോലെയാണ് ഞാൻ ഇത് സർവത്ര ഇതിങ്ങനെ പറഞ്ഞു തരുന്നത്. അങ്ങനെ അറിയാൻ വേണ്ടിയുള്ള മക്കൾക്ക് വേണ്ടിയാണ്, അറിയാത്തവർക്ക് പറഞ്ഞു തന്നെന്നുള്ളതേ ഉള്ളൂ. അതാണ് ഈശ്വരനെ അർപ്പിച്ച് ചെയ്യുക എന്ന് പറയുന്നത്, ഈശ്വരനോട് ചേർന്നിരുന്ന് ചെയ്യുക. അപ്പോൾ നമ്മളായിട്ടൊന്നും ചെയ്യുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമുക്ക് സുഹൃതം ഉണ്ടാകും. നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന് ഒന്നിനും നമുക്ക് പാപമോ പുണ്യമോ നമുക്ക് വേണ്ട, ആഗ്രഹമേ വേണ്ട. എല്ലാം കർമ്മങ്ങൾ ചെയ്തേക്കൂ, മരണം വരെ ആകുന്ന കാലത്തോളം നമ്മൾ കർമ്മം ചെയ്തേക്കൂ, എന്തായാലും ചെയ്തേ പറ്റൂ. അങ്ങനെയാണ് മനുഷ്യൻ്റെ ഈ പ്രപഞ്ചത്തിൽ വന്ന അങ്ങനെയാണ്. ചെയ്യാൻ വയ്യാതാവുമ്പോഴേ ഉള്ളൂ ചെയ്യാതിരിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഹരി ഓം ഹരി ഓം ഹരി ഓം.